ബിനീഷ്, ഇടുക്കിയിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ എന്താണ്? മൂന്നാർ DFOയുടെ ഒരു ഉത്തരവാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വാച്ചർമാരെ, താൽക്കാലിക വാച്ചർമാരെ മുഴുവനായിട്ട് പിരിച്ചുവിടാനാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ ഈ വാച്ചർമാരുടെ എണ്ണക്കുറവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം മൂന്നാർ നേരിമുഖലം അടിമാലി അടക്കമുള്ള സ്ഥലങ്ങളിൽ കാട്ടാനശല്യം, അതോടൊപ്പം തന്നെ പുലിയിലും കടുവശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് വളരെയേറെ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം പല മേഖലകളിലും കാട്ടാനകൾ തമ്പടിച്ച് കാട്ടാന ആക്രമണത്തിന് ഇരയായവർ ഈ ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിലുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ വളരെയേറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് ഈ വാച്ചർമാരുടെ സേവനം, അതായത് ഈ ആന വരുവോ അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വന്യമൃഗങ്ങൾ നിരീക്ഷിക്കാൻ തന്നെ ഈ വാച്ചർമാരുടെ സേവനം ഉറപ്പാക്കുമെന്ന് അന്ന് തന്നെ DFO വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തിരിച്ചുവിടൽ വലിയ ഒരു പ്രതിഷേധത്തിന് തന്നെ വഴിതെളിച്ചിരിക്കുന്നത്. കാരണം പല മേഖലകളിലും വാച്ചർമാരുടെ ഒരു സേവനമായിരുന്നു ഈ ആനകൾ വരുന്നത്, അല്ലെങ്കിൽ കാട്ടാനകൾ അല്ലെങ്കിൽ പുലി അടക്കമുള്ളവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ വാച്ചർമാരുടെ സേവനം വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം കൂടുതലായിട്ടുള്ള മുന്നറിയിപ്പ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ വാച്ചർമാരെ ഒഴിവാക്കി അല്ലെങ്കിൽ വാച്ചർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. കാരണം ഈ വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക അടക്കം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പിരിച്ചുവിടൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ RRT സംഘം ഒഴികെയുള്ള മുഴുവൻ താൽക്കാലിക വാച്ചർമാരെയാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം വാച്ചർമാരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. കാരണം വർഷങ്ങളായി ഈ വാച്ചർമാർ ഈ ദിവസവേതനത്തിനാണ് ഇവിടെ ഈ വാച്ചർമാർ ഈ സേവനം അനുഷ്ഠിക്കുന്നത്. ഇവരുടെ ശമ്പള കുടിശ്ശിക നിൽക്കുന്നുണ്ട്. ഈ ശമ്പള കുടിശ്ശിക നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ പിരിച്ചുവിടൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പല മേഖലകളിലും കാട്ടാന രൂക്ഷമാകുന്ന പല മേഖലകളിലും വാച്ചർമാരുടെ സേവനം പല സ്ഥലങ്ങളിലും ലഭ്യമായിരുന്നു. മൊബൈൽ സേവനം വഴി തന്നെ കൃത്യമായി ഈ വാച്ചർമാർ ആന ഏത് ഭാഗത്താണ് ഉള്ളതെന്നും അല്ലെങ്കിൽ ആന ഇറങ്ങാനുള്ള സാധ്യത എല്ലാം തന്നെ കൃത്യമായി തന്നെ ഈ ഫോണിലൂടെ പല മേഖലകളിലേക്കും വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഈ വാച്ചർമാർ ഇല്ല ഈ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം ഒരു സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഈ കാട്ടാന അടക്കമുള്ള പുലി അടക്കമുള്ള ഈ വന്യമൃഗങ്ങൾ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സംഭവ വികാസം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇടുക്കിയിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട വനംവകുപ്പ് RRT സംഘത്തിലെ മുഴുവൻ താൽക്കാലിക വാച്ചർമാരെയും പിരിച്ചുവിട്ടതായി മൂന്നാർ DFO പുറത്തിറക്കിയ ഉത്തരവിലാണ് അറിയുന്നത്. മാർച്ച് 31 വരെ മാത്രമാണ് ഇവർക്ക് തുടരാൻ കഴിയൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണി.